ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഈ വീഡിയോ നമ്മുടെ HSC+1 9th ചാപ്റ്ററായിട്ടുള്ള ദ ട്രിപ്പ് ഓഫ് ലാഹോർല എന്ന് പറയുന്ന ലെസണിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏതാണ്ടൊരു അവസാന ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലാഹോർല എന്ന പേരുള്ള ഈ ബലൂണ് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വരുന്ന ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു സ്റ്റോം വരുന്നുണ്ട്, ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ബലൂണിൻ്റെ മുകളിലേക്കുള്ള റൈസിങ് സ്റ്റോപ്പായി. അപ്പോൾ അതിനുശേഷം ഈ ബലൂണ് താഴേക്ക് ഇറക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണ്. ഇറ്റ് ഈസ് നെസസറി ടു ഡിസെൻഡ് വിത്തിൻ എ മിനിറ്റ് ഓർ ടു. അതായത് പെട്ടെന്ന് തന്നെ ഡിസെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിരിക്കുകയാണ്, കാരണം സ്റ്റോം വരുന്നുണ്ട്. The rope to the escape valve was religiously enclosed in a little white bag. അതായത് ഈ ബലൂണിൻ്റെ മുകളിലുള്ള ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, എസ്കേപ്പ് വാൽവ്, അത് കൺട്രോൾ ചെയ്യാനുള്ള റോപ്പ്, അതായത് കയറ് ഒരു വൈറ്റ് ബാഗിനകത്ത് റിലീജിയസ്ലി എൻക്ലോസ്ഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിലീജിയസ്ലി എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട്, വളരെ സെക്യൂർ ആയിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് കെപ്റ്റ് ഇൻ സൈറ്റ് ഓഫ് ഓൾ സോ ദാറ്റ് നോ വൺ വുഡ് ടച്ച് ഇറ്റ്. അതായത് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ഈ ഒരു ബാഗ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നൗ അൺറോൾഡ് ആൻഡ് മെസ്സിയർ മാലറ്റ് ഹോൾഡ്സ് ഇറ്റ് ഇൻ ഹിസ് ഹാൻഡ്. അപ്പോൾ ഈ എസ്കേപ്പ് വാൽവ് കൺട്രോൾ ചെയ്യാനുള്ള റോപ്പ് മെസ്സിയർ മാലറ്റ് കയ്യിലെടുക്കുന്നു. ക്യാപ്റ്റൻ ജോവിസ് ലുക്സ് ഫോർ എ ഫേവറബിൾ ലാൻഡിങ്. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് നല്ല രീതിയിലുള്ള ഒരു ലാൻഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. Behind us the thunder is rumbling and not a single bird follows our mad flight. അപ്പോൾ പുറകിൽ നിന്നും ഈ ഇടിമുഴക്കം കേൾക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ ബലൂണിന് പുറകിലായിട്ട് പക്ഷികളെ ഒന്നും കാണുന്നില്ല, കാരണം കാലാവസ്ഥ മാറുകയാണ്, സ്റ്റോം വരാൻ പോവുകയാണ്. അപ്പോൾ പക്ഷികളെല്ലാം തന്നെയും സേഫായിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടാവും. അടുത്ത പാരഗ്രാഫ്, വി ആർ പാസിങ് ഓവർ എ കനാൽ. നമ്മുടെ ബലൂൺ ഒരു കനാലിന് മുകളിലൂടെ പാസ് ചെയ്യുകയാണ്. ദ ബാസ്ക്കറ്റ് ട്രെമ്പിൾസ് ആൻഡ് ടിപ്സ് ഓവർ സ്ലൈറ്റ്ലി. അപ്പോൾ ഈ ബാസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട്, അതൊന്ന് ചരിയുന്നുണ്ട്. ദ ഗൈ റോപ്പ്, ദ റോപ്പ് ദാറ്റ് കീപ്സ് സംതിങ് ഫിക്സഡ് ടു ദ ഗ്രൗണ്ട് ടച്ചസ് ദ ടോൾ ട്രീസ് ഓൺ ബോത്ത് ബാങ്ക്സ്. അപ്പോൾ ഈ ലാൻഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ ബാസ്ക്കറ്റിൽ നിന്നും ഒരു വലിയൊരു റോപ്പ്, അതായത് ഒരു കയറ് താഴേക്കിടും. അപ്പോൾ ആ കയറ് ഉപയോഗിച്ചിട്ടാണ് ഈ ബലൂണിനെ താഴെ ബന്ധിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ റോപ്പ് താഴേക്ക് ഇട്ടു. അപ്പോൾ ഈ റോപ്പ് താഴെയുള്ള ഈ നദിയുടെ രണ്ട് കരകളിലുമുള്ള മരങ്ങളുടെ മുകൾ ഭാഗത്ത് തട്ടുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. We pass with frightful speed over a large farm. അപ്പോൾ നമ്മളൊരു വലിയൊരു ഫാമിന് മുകളിലൂടെ വളരെ ഭയാനകമായിട്ടുള്ള സ്പീഡിലാണ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. The bewildered chickens, pigeons and ducks fly away. അപ്പോൾ താഴെ ഫാമിലുള്ള കോഴികളും താറാവുകളും ഒക്കെ ബിവിൽഡേർഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം. അപ്പോൾ അവരൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് പാഞ്ഞു പോവുകയാണ്. The terrified cows, cats and dogs run towards the house. അപ്പോൾ പേടിച്ച് അരണ്ട പൂച്ചകളും പട്ടികളും ഒക്കെ വീടുകളിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. Only one half bag of sand is left. അപ്പോഴേക്കും ഒരു പകുതി ചാക്ക് മണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോവിസ് ത്രോസ് ഇറ്റ് ഓവർബോർഡ്. അപ്പോൾ അതെടുത്ത് ജോവിസ് താഴേക്ക് ഇടുന്നു. La Horla flies slightly across the roof. The captain shouts the escape valve. അപ്പോൾ ഈ നമ്മുടെ ബലൂൺ റൂഫിന് മുകളിലൂടെ വരികയാണ്, താഴെയുള്ള റൂഫുകളുടെ മുകളിലൂടെ വരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഉറക്കെ ഷൗട്ട് ചെയ്യുകയാണ് ദ എസ്കേപ്പ് വാൽവ്, അതായത് എസ്കേപ്പ് വാൽവ് ഓപ്പൺ ചെയ്യാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മെസ്സിയർ മാലറ്റ് reaches for the rope and hangs to it and we drop like an arrow. അപ്പോൾ മെസ്സിയർ മാലറ്റ് ആ എസ്കേപ്പ് വാൽവ് കൺട്രോൾ ചെയ്യുന്ന റോപ്പിൽ വലിച്ച് തൂങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം വി ഡ്രോപ്പ് ലൈക്ക് ആൻ ആരോ, ഒരു
അമ്പ് പായുന്നത് പോലെ ഞങ്ങൾ താഴേക്ക് പായുകയാണ്. വിത്ത് ദ സ്ലാഷ് ഓഫ് എ നൈഫ് ദ കോഡ് വിച്ച് റീറ്റെയിൻസ് ദ ആങ്കർ ഇസ് കട്ട് ആൻഡ് വി ഡ്രാഗ് ദിസ് ബിഹൈൻഡ് us ത്രൂ എ ഫീൽഡ് ഓഫ് ബീഡ്സ്. അപ്പോൾ ഈ ബലൂണ് താഴെ എത്തിക്കാനുള്ള ആങ്കർ, അതായത് നങ്കൂരം, ആ നങ്കൂരം ഈ ബാസ്ക്കറ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 റോപ്പ് വഴിയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നങ്കൂരത്തെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു റോപ്പ് നമ്മുടെ മെസ്സിയർ മാലറ്റ് ഒരു കത്തി ഉപയോഗിച്ച് ഒറ്റ വെട്ടിന് വെട്ടുകയാണ്. അതിനുശേഷം ഈ ഒരു ആങ്കർ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് വി ഡ്രാഗ് ദിസ് ബിഹൈൻഡ്, ഞങ്ങളുടെ ഈ ബാസ്ക്കറ്റ് ഈ പുറകിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ആങ്കറിനെ വലിച്ചുകൊണ്ട് വരികയാണ് ത്രൂ എ ഫീൽഡ് ഓഫ് ബീറ്റ്സ്. അതായത് ബീറ്റ് കൃഷിയുടെ ഒരു പാടമുണ്ട് താഴെ. ഇവിടെ ബീറ്റ് എന്ന് പറയുന്നത് ഷുഗർ ബീറ്റാണ്. യൂറോപ്യൻ ഫ്രാൻസിൽ പ്രത്യേകിച്ച് ഷുഗർ ബീറ്റിൻ്റെ കൃഷി ധാരാളമായിട്ടുണ്ട്. അതായത് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം കിഴങ്ങാണ് ഷുഗർ ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഹിയർ ആർ ദ ട്രീസ് ഹി ഷൗട്ട്സ്. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, മരങ്ങൾ നിൽക്കുകയാണ്, സൂക്ഷിക്കുക. ടേക്ക് കെയർ, ഹോൾഡ് ഫാസ്റ്റ്, ലുക്ക് ഔട്ട് ഫോർ യുവർ ഹെഡ്സ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, മരങ്ങളിൽ തല മുട്ടാതെ സൂക്ഷിക്കുക എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത സെൻറ്റൻസ്, ദെൻ എ സ്ട്രോങ് ഷേക്സ്. അപ്പോഴാണ് നല്ലൊരു ഷോക്ക് കിട്ടിയത്. അതായത് ഈ ബാസ്ക്കറ്റ് താഴെ മുട്ടുന്ന ഒരു ഷോക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാസ്ക്കറ്റ് മുട്ടുന്നതല്ല, ദ ആങ്കർ ഹാസ് ടേക്കൺ ഹോൾഡ്. അതായത് ഈ നങ്കൂരം താഴെ മുട്ടുന്ന ഷോക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. We are told that we are going to touch the ground. അപ്പോൾ നമ്മൾ നിലത്ത് മുട്ടാൻ പോവുകയാണെന്ന് നിർദ്ദേശം കിട്ടുകയാണ്. The basket touches the earth, then it flies up again. ബാസ്ക്കറ്റ് ഭൂമിയിൽ മുട്ടി, അതിനുശേഷം ഇതൊന്ന് മുകളിലേക്ക് പൊങ്ങി, അതിനുശേഷം once more it falls and bounds upwards. ഒന്നും കൂടി അതൊന്ന് താഴേക്ക് പോയി, പിന്നെ മുകളിലേക്കൊന്ന് ചാടി, അതിനുശേഷം again and at last it settles on the ground. അവസാനം ഈ ബാസ്ക്കറ്റ് ഗ്രൗണ്ടിൽ സെറ്റിൽ ചെയ്യുകയാണ്. while the balloon struggles madly like a wounded beast. ആ സമയത്ത് ഈ ബലൂൺ ഒരു മുറിവേറ്റ ഒരു മൃഗത്തിനെ പോലെ പെടയുന്നത് പോലെയാണ് റൈറ്ററിന് തോന്നിയത്. peasants run towards us. അപ്പോൾ ഈ ഫാമിലുള്ള ഈ താഴെയുള്ള ഈ ഒരു കൃഷിഭൂമിയിലുള്ള പെസൻസ്, കൃഷിക്കാർ അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. they don't dare to come near. അപ്പോൾ അവർ അടുത്തൊന്ന് വരാനൊന്ന് ഭയപ്പെട്ടു. one can't set food on the ground until the bag is nearly completely deflated. അതായത് ഈ ബലൂണിൻ്റെ ഉള്ളിലെ കാറ്റ് മുഴുവൻ പുറത്ത് പോയി കഴിഞ്ഞ് മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതിൻ്റെ അടുത്ത വരി, some surprised men jump with the wild gestures of savages. അപ്പോൾ ഈ കൃഷിക്കാരുടെ കൂട്ടത്തിലുള്ള ചിലർ ആകെ ഒന്ന് അത്ഭുതപ്പെട്ട് ചില പ്രാകൃതരെ പോലെ അവർ ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ. സാവേജസ് എന്ന് പറഞ്ഞാൽ പ്രാകൃതർ എന്നാണ് അർത്ഥം. all the cows that are gazing along the coast come towards us. അതായത് ആ ഒരു തീരത്ത് മേഞ്ഞുകൊണ്ട് നിന്നിരുന്ന പശുക്കളൊക്കെ ഇത് എന്താണെന്ന് അറിയാനായിട്ട് ഇവരുടെ ചുറ്റും വന്ന് കൂടി. they surround our balloon with a strange comical circle of horns, big eyes and blowing nostrils. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ ഈ ബാസ്ക്കറ്റിന് ചുറ്റും ഒരു തമാശ രൂപേണയുള്ളൊരു കാഴ്ചയായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഒരു കോമിക്കൽ സർക്കിൾ ഓഫ് ഹോൺസ്, വലിയ വലിയ കൊമ്പുകളും വലിയ കണ്ണുകളും, ബ്ലോയിങ് നോസ്ട്രിൽസ്, അതായത് മൂക്കിൻ്റെ ദ്വാരങ്ങളിൽ നിന്നും ഇങ്ങനെ വായു പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ പശുക്കളൊക്കെ ചുറ്റും വന്ന് കൂടിയിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബെൽജിയൻ പെസൻസ് we pack up all our materials and carry them to the station at Heest. അപ്പോൾ ഈ കൃഷിക്കാരുടെയൊക്കെ സഹായത്തോടു കൂടി അവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഹീസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്റ്റേഷനിലേക്ക് അവർ പുറപ്പെട്ടു. at 8:20 we take the train to Paris. അങ്ങനെ ഞങ്ങൾ അവസാനം 8:20 ആയപ്പോൾ പാരീസിലേക്കുള്ള ട്രെയിൻ കയറി. the descent occurred at
3:15 in the morning. അപ്പോൾ വെളുപ്പിന് 3:15 ഈ ബലൂണിൻ്റെ ലാൻഡിങ് നടന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഡിങ് പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: താങ്ക്സ് ടു ക്യാപ്റ്റൻ ജോവിസ്, we were able to see in a single night from far up in the sky the setting of the sun, the rising of the moon and dawn of day, and to go from Paris to the mouth of the Scheldt, a river that flows through Belgium and empties into the North Sea. അപ്പോൾ അദ്ദേഹം അവസാനം ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങളെ, അതായത് ആകാശത്ത് നിന്നും ഞങ്ങളെ സെറ്റിംഗ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അസ്തമയം, പിന്നെ റൈസിങ് ഓഫ് ദ മൂൺ, ചന്ദ്രൻ്റെ ഉദയം, ദ ഡോൺ ഓഫ് ദ ഡേ, പ്രഭാതം പൊട്ടിവിടരുന്ന ഒരു കാഴ്ച, ആൻഡ് ടു ഗോ ഫ്രം പാരീസ് ടു ദ മൗത്ത് ഓഫ് ദ സ്കെൽറ്റ്. സ്കെൽറ്റ് എന്ന് പറയുന്ന ഒരു നദിയുടെ പേരാണ്. അപ്പോൾ പാരീസിൽ നിന്നും ഈ നദി വരെ ഞങ്ങളെ യാത്ര ചെയ്ത് കൊണ്ടുപോയതിന്, ഇതിനൊക്കെ അദ്ദേഹം ജോവിസിന് നന്ദി പറയുകയാണ്. അപ്പം ഇതോടുകൂടി, അതായത് ഈ നദിയെപ്പറ്റി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോർത്ത് സീയിലേക്ക് ചെന്ന് ചേരുന്ന ഈ നദി വരെ എത്തിച്ചതിന്. അങ്ങനെ ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് ശേഷം ഇനി വരുന്നത് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സെൻറ്റൻസസ് ഇൻ ദ ടെലിഗ്രാം? ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ടെലിഗ്രാമിലെ സെൻറ്റൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഇങ്ങനെയാണ്: ദ സെൻറ്റൻസസ് ആർ നോട്ട് ഗ്രമാറ്റിക്കൽ, ദ മെസ്സേജ് ഇസ് കൺവേഡ് ത്രൂ ഷോർട്ട് ഫ്രേസസ്. അതായത് ടെലിഗ്രാമിലുള്ള ഈ സെൻറ്റൻസുകൾ ഒട്ടും ഗ്രമാറ്റിക്കൽ ഒന്നുമല്ല, ചെറിയ ചെറിയ ഫ്രേസുകൾ, അതായത് വാക്കുകളുടെ കൂട്ടങ്ങൾ ഉപയോഗിച്ച് കാര്യം കൺവേ ചെയ്യുന്നതായിരുന്നു ഈ ടെലിഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഡസ് ദ ഓതർ കമ്പയർ ദ ബലൂൺ ടു? ഓതർ ഈ ബലൂണിനെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? ആൻസർ ഇങ്ങനെയാണ്: ദ ബലൂൺ ഈസ് കമ്പയർഡ് ടു എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്. ഈ ബലൂണിനെ മഞ്ഞ നിറം കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലെ എന്നാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ അതർ തോട്ട് ദാറ്റ് ഒക്കേഴ്സ് ടു എവ്രി മൈൻഡ്? അപ്പോൾ എല്ലാ മനസ്സിലും ഉണ്ടാകുന്ന മറ്റൊരു ചിന്ത എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തിനെയാണ്? അപ്പോൾ ആൻസർ ഇതാണ്: ദ അതർ തോട്ട് ദാറ്റ് ഒക്കേഴ്സ് ടു എവ്രി മൈൻഡ് ഈസ് എ ബേബി ഇൻ ദ വൂം ദാറ്റ് ഈസ് നറിഷ്ഡ് ത്രൂ ദ അംബ്ലിക്കൽ കോഡ് അണ്ടിൽ ഇറ്റ്സ് ബർത്ത്. അതായത് മറ്റൊരു തോട്ട് എന്ന് പറയുന്നത് വൂംബ്, അതായത് WOMB, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വൂം എന്നാണ്. വൂം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. അപ്പോൾ ഗർഭപാത്രത്തിലുള്ള ഒരു ബേബി ദാറ്റ് ഈസ് നറിഷ്ഡ് ത്രൂ, അതിനെ നറിഷ് ചെയ്യുന്നത് ഏത് വഴി? അംബ്ലിക്കൽ കോഡ്. അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്ന ട്യൂബ് വഴി നറിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ബേബിയോടാണ്, ബേബിയെ പറ്റിയിട്ടുള്ള തോട്ടാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്നാണ് റൈറ്റർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. അതിങ്ങനെയാണ്: എക്സ്പ്രസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ടുവേർഡ്സ് ദ സ്പോട്ട് ഓഫ് ബലൂണിങ്. അതായത് കാഴ്ചക്കാരുടെ, അവിടെ കൂടി നിന്ന ആൾക്കാരുടെയും ബലൂണിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന യാത്രക്കാരുടെയും സമീപനം എന്തായിരുന്നു? അതായത് ഈ സ്പോട്ട് ഓഫ് ബലൂണിങ്, ബലൂൺ യാത്രയെ പറ്റിയിട്ടുള്ള സമീപനം എന്തായിരുന്നു? ഉത്തരം ഇങ്ങനെയാണ്: സം സ്പെക്ടേറ്റേഴ്സ് തിങ്ക് ദാറ്റ് the balloon will come down before reaching its destination. ചില കാഴ്ചക്കാർ പറഞ്ഞത് ഈ ബലൂൺ അതിൻ്റെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എത്തുന്നതിന് മുന്നേ തന്നെ അത് താഴെ വീഴും എന്നാണ് ചിലർ പറഞ്ഞത്. They also criticize several other things about the balloon. അവർ ഈ ബലൂണിനെ പറ്റി മറ്റ് ചില കാര്യങ്ങളും എല്ലാം വിമർശിച്ചു. But the passengers are happy and excited. എന്നാൽ യാത്രക്കാരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു, അവർ എക്സൈറ്റഡ് ആയിരുന്നു about what they are going to do and they are optimistic about
ദർ സക്സസ്. അപ്പോൾ യാത്രക്കാർ വളരെ ഹാപ്പി ആയിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി അവരൊക്കെ ഹാപ്പി ആയിരുന്നു. മാത്രമല്ല അവരുടെ വിജയത്തിനെ പറ്റി ഒപ്റ്റിമിസ്റ്റിക്കും ആയിരുന്നു. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമുള്ളവരും ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം മെൻഷൻഡ് ഹിയർ? ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഇതാണ്, ഡൈനിങ് ഇൻ ദ ക്യാൻറ്റീൻ ഓഫ് ദ ഗ്യാസ് വർക്ക്സ് ബൈ ദ പാസഞ്ചേഴ്സ് ഈസ് ദ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം മെൻഷൻഡ് ഹിയർ. അതായത് ഈ ഗ്യാസ് വർക്ക്സ് നടക്കുന്ന സ്ഥലത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കുന്നതാണ് യാത്രക്കാരുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രീതി. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 2 മാർക്കിൻ്റെയാണ്. വെൻ ദ ട്രാവലേഴ്സ് കം ഔട്ട് വാട്ട് ഡു ദേ സീ? അതായത് ഈ ട്രാവലേഴ്സ് ക്യാൻറ്റീനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്താണ് കണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, വെൻ ദ ട്രാവലേഴ്സ് കം ഔട്ട് they see that the balloon is moving from side to side, enormous and transparent, a big golden fruit, a wonderful pear which is still ripening with the last rays of the setting sun. അതായത് പാസഞ്ചേഴ്സ് പുറത്ത് വന്നപ്പോൾ കണ്ടത് ഈ ബലൂൺ 2 സൈഡിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് കണ്ടത്. അത് എന്തുപോലെ ഇരുന്നു? ഇനോർമസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അത് വളരെ വലുതായിരുന്നു, അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. എ ബിഗ് ഗോൾഡൻ ഫ്രൂട്ട്, ഗോൾഡൻ നിറത്തിലുള്ള ഒരു പഴത്തെ പോലെ ആയിരുന്നു. എ വണ്ടർഫുൾ പെയർ എന്ന് പറയുന്ന ഫ്രൂട്ട് പോലെ ആയിരുന്നു. വിച്ച് ഇസ് സ്റ്റിൽ റൈപ്പനിങ് വിത്ത് ദ ലാസ്റ്റ് റേസ് ഓഫ് ദ സെറ്റിംഗ് സൺ. അതായത് അസ്തമയ സൂര്യൻ്റെ അവസാന രശ്മികൾ അടിച്ച് പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെയർ ഫ്രൂട്ട് പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കണ്ട എന്താണ്? ദ ബാസ്ക്കറ്റ് ഈസ് അറ്റാച്ച്ഡ്. ബാസ്ക്കറ്റ് ബലൂണുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ദ ബാരോമീറ്റേഴ്സ് ആൻഡ് ദ സൈറൻ ആർ ബ്രോട്ട്. ബാരോമീറ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നു, സൈറൻ കൊണ്ടുവന്നിരിക്കുന്നു. 2 trumpets, the eatables, overcoats and raincoats were also there. 2 ട്രംപറ്റുകൾ, അതായത് 2 കാഹളമൂതുന്ന 2 കുഴലുകൾ, പിന്നെ ഈറ്റബിൾസ് കഴിക്കാനുള്ള ഭക്ഷണം, ഓവർകോട്ട്സ്, റെയിൻകോട്ട്സ്, എവറിത്തിങ് were brought. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. നെയിം ദ പാസഞ്ചേഴ്സ് ഇൻ ദ ബലൂൺ. ബലൂൺ യാത്രക്കാരുടെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. 5 പേരുണ്ട്. ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജോവിസ് ഈസ് ദ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ജോവിസ് ആണ്. ദെൻ ദർ ആർ ലെഫ്റ്റനന്റ് മാലറ്റ്, മെസ്സിയർ എൽറ്ററൈൻ ബിയർ, മെസ്സിയർ പോൾ ബസന്റ് ആൻഡ് ദ നെറേറ്റർ ഗീഡി മോപ്പസാൻ. അപ്പോൾ ഇത്രയും പേരാണ് അതിനകത്തുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. Who is posted as the officer on watch? അതായത് വാച്ച് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഓഫീസർ ആരായിരുന്നു? ലെഫ്റ്റനന്റ് മാലറ്റ് ഈസ് പോസ്റ്റഡ് ആസ് ദ ഓഫീസർ ഓൺ വാച്ച്. മാലറ്റ് ആയിരുന്നു അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൈ ഡസ് മെസ്സിയർ എയ്റിസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ബലൂൺ, ഈസ് ഹി റിഗ്രറ്റ്ഫുൾ? വൈ? എന്തുകൊണ്ടാണ് മെസ്സിയർ എയ്റിസ് ബലൂണിന് പുറത്തിറങ്ങിയത്? അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടായിരുന്നോ? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എങ്ങനെയാണ്? മെസ്സിയർ എയ്റിസ് ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ ബലൂൺ ബിക്കോസ് ദ ബാസ്ക്കറ്റ് ക്യാരിയിങ് ദ പാസഞ്ചേഴ്സ് ഹാസ് ബിക്കം ടു ഹെവി ഫോർ ദ ബലൂൺ. അപ്പോൾ ഈ ബാസ്ക്കറ്റ് ബലൂണിന് വഹിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വന്നത്. അടുത്ത പോയിന്റ്, ഹീസ് റിഗ്രറ്റ്ഫുൾ. അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടായിരുന്നു. He had planned for this flight and since he had to abandon it at the last minute he was unhappy. അതായത് അദ്ദേഹം ഈ യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു. He would miss all the adventure and fun. കാരണം ആ ഒരു സാഹസികമായിട്ടുള്ള യാത്രയും അതിൻ്റെ രസങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം റിഗ്രറ്റ്ഫുൾ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. വാട്ട് ഡസ് മെസ്സിയർ ജോലിയറ്റ്സ് ഡീഡ്സ് ആൻഡ് വേർഡ്സ് ടെൽ us about him?
അപ്പോൾ മെസ്സിയർ ജോലിയറ്റിൻ്റെ പ്രവൃത്തികളും വാക്കുകളും അദ്ദേഹത്തെ പറ്റി എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്: His words and deeds tell that Monsieur Joliet is a chivalrous gentleman. അപ്പോൾ അദ്ദേഹം ഷിവൽറസ് ആയ ഒരു മാന്യനാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഷിവൽറസ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ കാത്തു സൂക്ഷിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. He gallantly asked the ladies to stand aside a little because the rising balloon might throw sand on their hats. അപ്പോൾ അദ്ദേഹം ധീരമായിട്ടും മര്യാദയോടുകൂടിയും ആ താഴെ നിൽക്കുന്ന ലേഡീസിനോട് ഈ ബലൂണിൽ നിന്നും ഇടുന്ന മണ്ണ് അവരുടെ ഹാറ്റിൽ വീഴും, അതുകൊണ്ട് അവരോട് മാറി നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇറ്റ് ഷോസ് ഹൗ കൺസിഡറേറ്റ് ഹി ഈസ് ടു ദ ലേഡീസ്. അപ്പോൾ ഇത് അദ്ദേഹം ആ ലേഡീസിനോട് എത്ര കൺസിഡറേറ്റ് ആണ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. കമൻറ്റ് ഓൺ ദ യൂസ് ഓഫ് ദ വേർഡ് ലിബർട്ടി. ഇവിടെ ലിബർട്ടി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡിനെ പറ്റി കമൻറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇങ്ങനെയാണ്: മോപ്പസൺ ഹാസ് യൂസ്ഡ് ദിസ് വേർഡ് ലിബർട്ടി ഇൻ എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫാഷൻ. അപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ എഴുത്തുകാരൻ ലിബർട്ടി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. By cutting the rope that holds La Horla to the ground, La Horla is given the liberty to fly freely in the infinite skies like a bird. അതായത് ഈ ലാ ഹോർലയെ നിലത്ത് കെട്ടിയിരിക്കുന്ന ആ കയറ് വെട്ടുന്നതോടുകൂടി അത് ഒരു പക്ഷിയെപ്പോലെ ആകാശത്ത് പറന്നു നടക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ആ വേർഡ് കറക്റ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് ദ ഏരിയൽ വ്യൂ ഓഫ് പാരീസ്. അതായത് പാരീസിൻ്റെ ആകാശത്ത് നിന്നുള്ള വ്യൂവിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്: പാരീസ് ഈസ് ലൈക്ക് എ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച്. അപ്പോൾ ആകാശത്തു നിന്ന് നോക്കുമ്പോൾ ഇരുണ്ട് നീല നിറത്തിലുള്ള ഒരു പാച്ച് അല്ലെങ്കിൽ ഒരു പ്രതലമായിട്ടാണ് പാരീസ് കാണപ്പെട്ടത്. അടുത്ത പോയിന്റ്: cut by streets, domes, towers and steeples of Paris are visible from the sky. അപ്പോൾ ഈ പാച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്ട്രീറ്റുകൾ കട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡോംസ്, അതായത് മകുടങ്ങൾ, കെട്ടിടങ്ങളുടെ മകുടങ്ങൾ, പിന്നെ ടവേഴ്സ്, സ്റ്റീപ്പിൾസ്, അതായത് കൂർത്ത അഗ്രമുള്ള കൂരകൾ, അതായത് പള്ളികളുടെ കൂരകളാണ് ഇവിടെ കാണുന്നത്. ആർ വിസിബിൾ ഫ്രം ദ സ്കൈ. ഇതൊക്കെ ആകാശത്ത് നിന്നും കാണാമായിരുന്നു. അടുത്ത പോയിന്റ്: അറൗണ്ട് ഇറ്റ് ദർ ഈസ് ദ പ്ലെയിൻ ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്സ് എമിഡ്സ്റ്റ് ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. അതായത് അതിന് ചുറ്റുമായിട്ട് പരന്ന പ്രതലമുണ്ടായിരുന്നു. ട്രാവേഴ്സ്ഡ് ബൈ, അതായത് അതിൻ്റെ പുറത്തുകൂടി സഞ്ചരിക്കുന്ന റോഡുകൾ കാണാമായിരുന്നു. പിന്നെ ഗ്രീൻ ഫീൽഡ്സ്, പച്ച നിറത്തിലുള്ള പാടങ്ങളും കാടുകളും കാണാമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: ഹൗ ഡു ദ ട്രാവലേഴ്സ് നോ വെദർ ദേ ആർ റൈസിങ് ഓർ സിങ്കിങ്. എങ്ങനെയാണ് ട്രാവലേഴ്സിന് അവർ ഉയരുകയാണോ താഴുകയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? ആൻസർ ഇങ്ങനെയാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ആൻസർ ഇങ്ങനെയാണ്: travelers know whether they are rising or sinking by throwing a cigarette paper out of the basket. അതായത് ഒരു സിഗരറ്റ് പേപ്പർ താഴേക്ക് ഇടുമ്പോഴാണ് അവരത് മനസ്സിലാക്കിയത്. If the paper falls down like a stone, it means the balloon is rising. അപ്പോൾ ഈ പേപ്പർ ഒരു കല്ല് പോലെ താഴേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബലൂൺ മുകളിലേക്ക് പോവുകയാണ് എന്നാണ്. If it appears to shoot skyward, the balloon is sinking. എന്നാൽ ഈ പേപ്പർ ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണെങ്കിൽ ഈ ബലൂൺ താഴേക്ക് പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: all the noises are easily recognizable. Mention the diverse sounds and reach the travelers ears.
അതായത് ഈ ബലൂണിലിരിക്കുന്ന യാത്രക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് കേട്ടിരുന്ന ശബ്ദങ്ങളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്: The noises that reach the travelers' ears are the sound of wheels rolling on the streets, അതായത് തെരുവുകളിൽ കൂടി ഓടുന്ന വണ്ടികളുടെ ചക്രങ്ങളുടെ ശബ്ദം, പിന്നെ the snap of a whip, അതായത് ചാട്ടവാറിൻ്റെ അടിശബ്ദം, പിന്നെ the shouts of ഡ്രൈവർമാരുടെ ഷൗട്ടിംഗ്, അതായത് കുതിരവണ്ടി ഡ്രൈവർമാരുടെ ആ ഒച്ച ശബ്ദങ്ങൾ, പിന്നെ the rolling and whistling of trains, തീവണ്ടികളുടെ ശബ്ദം, അതിൻ്റെ വിസിൽ ശബ്ദം, and the laughter of boys running after one another, അതായത് ഓടിക്കളിക്കുന്ന ബോയ്സിൻ്റെ പൊട്ടിച്ചിരികൾ. ഇതൊക്കെയാണ് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. When they pass over a village, the noise of children's voices is heard above the rest with much clarity. അപ്പോൾ ഗ്രാമങ്ങളുടെ മുകളിലൂടെ പോകുന്ന സമയത്ത് ഈ കുട്ടികളുടെ ശബ്ദങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ഡു ദ ആനിമൽസ് റിസീവ് ദ ബലൂൺ? ഹൗ ഡസ് ദ ബലൂൺ അപ്പിയർ ബിഫോർ ദം? അതായത് മൃഗങ്ങൾ ഈ ബലൂണിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്, ഈ ബലൂൺ അവർക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്: The dogs bark, the cows low. അപ്പോൾ നായ്ക്കൾ കുരച്ചു, പശുക്കൾ അതിൻ്റെ ശബ്ദമുണ്ടാക്കി. LOW, low എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ശബ്ദമാണ്. To all the animals, the balloon appears as a monster moving through the air. അതായത് എല്ലാ മൃഗങ്ങൾക്കും ആകാശത്തുകൂടി പറക്കുന്ന ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ ഒരു ഭീകരജീവി, ഒരു രാക്ഷസൻ, അങ്ങനെയൊക്കെയാണ് മൃഗങ്ങൾക്ക് തോന്നിയിരുന്നത്. They are scared of it. അപ്പോൾ അവർക്ക് അതിനെ കണ്ടപ്പോൾ ഭയമാണ് തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: What does Monsieur Mallet ask the captain to throw down? Why does Monsieur Mallet ask the captain to throw down half a handful of sand? എന്തുകൊണ്ടാണ് മെസ്സിയർ മാലറ്റ് ക്യാപ്റ്റനോട് അരപ്പിടി മണ്ണ് താഴേക്കിടാൻ ആവശ്യപ്പെട്ടത്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്: Mallet asked the captain to throw down half a handful of sand because by doing that the weight of the balloon would be reduced, helping it to rise. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബലൂണിൻ്റെ വെയിറ്റ് കുറയുകയും അത് മുകളിലേക്ക് പോവുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: The balloon is both a free toy and a slave of the wind. Express your views on this statement. അതായത് ഈ ബലൂൺ ഒരേ സമയം ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കളിപ്പാട്ടവുമാണ്, കാറ്റിൻ്റെ അടിമയുമാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലെ പോയിന്റ്സ് ഇതൊക്കെയാണ്: The balloon is both a free toy and a slave of the wind. The travelers raise and sink the balloon as they wish, making use of the bag of ballast with them. അതായത് ഈ ബലൂണിനെ മുകളിലേക്ക് കൊണ്ടുപോകാനും താഴേക്ക് കൊണ്ടുപോകാനും ഈ ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണ് നിറച്ച ഭാരങ്ങളെയാണ് ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബലാസ്റ്റിലെ സാൻഡ് താഴേക്ക് ഇടുന്നത് വഴി സാധിക്കും. അടുത്ത പോയിന്റ്: ദിസ് വേ ഇറ്റ് ഇസ് എ ടോയ് ഫോർ ദം. അതുകൊണ്ട് ഈ ഒരു ബലൂൺ അവർക്കൊരു ടോയ് ആണ്, കളിപ്പാട്ടമാണ്. അതായത് അതിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെൻറ്റിനെ യാത്രക്കാർക്ക് അല്ലെങ്കിൽ യാത്ര നിയന്ത്രിക്കുന്നവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ they can do nothing if it is caught by a storm. എന്നാൽ ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ബലൂണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. Then the balloon becomes a slave and the travelers lose their control over it. അപ്പോൾ കൊടുങ്കാറ്റ് വരികയാണെങ്കിൽ ഈ ബലൂൺ കാറ്റിൻ്റെ അടിമയായിട്ട് മാറും, യാത്രക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: Can you observe odor? Why does the author say so? അതായത് ഗന്ധം നമ്മൾക്ക് കാണാൻ സാധിക്കുമോ?
എന്തുകൊണ്ടാണ് നമ്മുടെ എഴുത്തുകാരൻ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഇതാണ്. നോർമലി വി കാൺ ഒബ്സർവ് ഓർഡർ. സാധാരണഗതിയിൽ നമ്മൾക്ക് ഗന്ധം കാണാൻ സാധിക്കുകയില്ല. വി ക്യാൻ ഓൺലി സ്മെൽ ഇറ്റ്. നമുക്കത് മണത്ത് നോക്കാനേ പറ്റുള്ളൂ. The author says that it could be observed because he can see the balloon expanding because of the current of warm air and the gas going out by the escape valve. എന്നാൽ ഓതർ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന് കാരണം ഈ ഹോട്ട് എയർ വാൽവ് വഴി രക്ഷപ്പെടുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല, ബലൂൺ ഈ ഹോട്ട് എയർ വരുന്നതനുസരിച്ച് ഈ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നതും നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഈ ലെസണിൽ നിന്നുള്ള ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.